ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് കനക ഞെട്ടുന്നത്. അതായത് നമ്മുടെ നന്ദൂട്ടൻ നേരെ പോയി ഫാൻ്റെ ഇതിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദു എന്ന് വിളിച്ചുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടുന്നത് തന്നെ. അപ്പോൾ അരികിൽ തന്നെ നന്ദു കിടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോഴാണ് കനക കുറച്ചൊരു സമാധാനമായത്. അതിനുശേഷം അവർ നന്ദുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മ ഈ കണ്ടതുപോലെയൊന്നും ചെയ്യല്ലേ മോളെ, എനിക്കറിയാം അമ്മയുടെ മോൾക്ക് മനസ്സിന് കട്ടിയുണ്ട് എന്ന്, പക്ഷെ എന്നാലും ഈ ഒരു അവസ്ഥയിൽ മോൾ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം സങ്കടത്തോടെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അടക്കി പിടിക്കാനാവാത്ത ആ ഒരു വിഷമം കൊണ്ട് തന്നെ നന്ദുവിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി അവർ ഹാളിൽ പോയി ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദനും വരുന്നത്. ഗോവിന്ദൻ നോക്കുന്ന സമയത്ത് കനക ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുന്നതാണ്. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിങ്ങനെ ഇരിക്കുന്നത്, ഉറങ്ങുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല ഗോവിന്ദേട്ടാ, അതിൻ്റെ കാരണം തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പം കനക സങ്കടത്തോടെ നിൽക്കുകയാണ്. മാത്രമല്ല നീ എൻ്റെ കൂടെ കിടന്നതുമില്ല, നന്ദുവിൻ്റെ കൂടെയാണ് പോയി കിടന്നത്. ഇപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യങ്ങളാണ് അനന്തപുരി. നമ്മുടെ രണ്ട് പെൺകുട്ടികൾ അവിടെ കിടന്ന് വിഷമിക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല നിന്നെ അലട്ടുന്ന വിഷമം ഇവിടെ കിടക്കുന്ന നന്ദുവാണ്. എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സങ്കടത്തോടു കൂടി തന്നെ കനക പറയുന്നുണ്ട്, എന്താ ഗോവിന്ദേട്ടനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്നോട് പറയാതെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതല്ല, അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ദയവേത് നീ എന്നോട് കൂടി അറിയിക്കേ. ഞാൻ സത്യം പറഞ്ഞ ഒരു കാരണവശാലും ഗോവിന്ദേട്ടൻ എന്നെ പഴിക്കരുത്, നന്ദൂട്ടനെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്, തല ഉയർത്താതെ തന്നെയാണ് കനക പറയുന്നത്. അയാളും പറയുന്നുണ്ട്, അപ്പം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഇനി അത് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല കനകെ, എന്താണെങ്കിലും പറ, ഞാനിവിടെ ഒന്ന് അറിയട്ടെ. അപ്പോൾ കനക സങ്കടത്തോടു കൂടി സംഭവിച്ച കാര്യങ്ങളൊക്കെ ഗോവിന്ദന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നന്ദുവിൻ്റെ ബെഡ്റൂമിൽ പോയതും അവിടെ വെച്ച് ആ ഫോട്ടോ കിട്ടിയതും ഫോട്ടോൻ്റെ പിന്നിൽ ഐ ലവ് യു എന്ന് എഴുതിയത് കണ്ടതും. അപ്പോൾ അതിനുശേഷം നന്ദുവിൻ്റെ മനസ്സ് മാറി, ആരോ ഒരു ചെക്കൻ കയറിയിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് അനിയുടെ പിക്കായിരുന്നു. അത് കണ്ടപ്പോൾ കനക ഒന്നുകൂടെ ഞെട്ടുകയാണ്. അതൊക്കെ ഗോവിന്ദനോട് പറയുന്ന സമയത്ത് ഗോവിന്ദന് ഷോക്കായി പോവാണ്. നന്ദു കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ എവിടെയും തൊടാത്ത രീതിയിലല്ലേ നിൽക്കുന്നത്. അവൾ ആകെ മൊത്തം സങ്കടത്തിലാണ്. അത് ഗോവിന്ദേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്, അവളുടെ മനസ്സിലുള്ളത് അനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കനക പൊട്ടി കരയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് എന്നൊക്കെ ഗോവിന്ദൻ്റെ വിഷമമൊന്നുകൊണ്ടാന്നൊക്കെ കനക പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഗോവിന്ദൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീയാ ഇതിനൊക്കെ കാരണം. 2 മക്കൾ അനന്തപുരിയിലായതുകൊണ്ട് മൂന്നാമത്തവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്ന് നീ നന്ദുവിന് വാക്ക് കൊടുത്തല്ലേ. എന്തൊക്കെയാ ഗോവിന്ദേട്ട ഈ പറയുന്നത്? കനക സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സാഹചര്യം മൊത്തം അറിയാവുന്ന അവൾ അനിയെ സ്നേഹിക്കുമോ? ഇതെപ്പോഴാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല ഗോവിന്ദേട്ടാ. ഞാൻ ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് സംശയം തോന്നിയിരുന്നു, പക്ഷെ അത് ഇത്രത്തോളം സീരിയസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അയാൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മമാരുടെ സ്വഭാവമാണ് പെൺകുട്ടികൾ എപ്പോഴും പകർത്തുന്നത്, എന്നാൽ അങ്ങനെ പകർത്താത്തൊരു മോളാണ് നയന മോള്. പിന്നെ ഏറെക്കുറെ നന്ദുവും നയനയാണ് അവൾ പിന്തുടരുന്നത്. ഒരിക്കലും അവൾ നവ്യയെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും അവൾ അനിയെ മനസ്സിൽ കൊണ്ട് നടക്കാനുള്ള കാരണം എന്താണ്? അപ്പം കരഞ്ഞുകൊണ്ട് കനകയും പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ പേരിൽ ഒരുപാട് അവളെ തല്ലി, പിന്നെ എനിക്ക് പേടിയാവുകയും ചെയ്തു, അവളെ കൂടുതൽ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്താൽ അവൾ അരുതാത്തത് വല്ലതും ചെയ്യോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ അവളുടെ മുറിയിൽ പോയി കിടന്നത്. എന്നിട്ടും കുറച്ചു മുൻപ് അവൾ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അതും പറഞ്ഞ് കനക പൊട്ടിക്കരയാണ്. പക്ഷെ അപ്പോഴും ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത ബന്ധാണത്. ഇനിയിപ്പോൾ നന്ദുവിനെ പോലെ തന്നെ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടികളെ പറഞ്ഞു തിരുത്തണം, പ്രത്യേകിച്ച് നമ്മുടെ മോളെ. അർഹതയില്ലാതെ 2 മക്കള് അനന്തപുരിയിൽ കടന്നുകൂടി, ഇനി 3ാമത്തെ മോള് കൂടി അവിടേക്ക് പോകാൻ പാടില്ല. അപ്പോൾ കനകയെ പറയുന്നുണ്ട്, എനിക്ക് അതേ അഭിപ്രായം തന്നെയാ ഗോവിന്ദേട്ടാ. 2 മക്കളുടെയും ജീവിതം കണ്ട് മനമടുത്ത് നടക്കുന്ന നമുക്ക് ഇനിയൊരു അബദ്ധം പറ്റാൻ പാടില്ല. നന്ദൂട്ടനെ എവിടെ കെട്ടിച്ചു വിട്ടാലും അവിടെ നമുക്ക് അധികാരത്തോടെ കയറി ചെല്ലാൻ പറ്റണം. മകളെയും മരുമകനെയും അവരുടെ ബന്ധുക്കളെയൊക്കെയും കയറി ചെന്ന് കാണാൻ പറ്റണം. ആ ഒരു ചിന്തയുമായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അല്ലാതെ എനിക്ക് കോടികളും വേണ്ട, സ്വത്തും വേണ്ട. നമ്മുടെ നന്ദൂട്ടനെ നന്നായിട്ട് നോക്കുന്ന ഒരു പയ്യനെ മാത്രം മതി. എന്നാലും ഇതിനിടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ കനകെ. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അനിയും അവളും വലിയ കൂട്ടായിരുന്നു. അന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടന്നില്ലേ, അന്ന് നന്ദൂട്ടനോട് അനി കൂടുതൽ അടുപ്പം കാട്ടിയത് ഗോവിന്ദേട്ടനും കണ്ടതല്ലേ. അത് അനിയെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് തീരെ ഇഷ്ടപ്പെട്ടതുമില്ല. എങ്കിലും അത് കാണുന്ന ആർക്കും മനസ്സിലാവും അനിയും നന്ദൂട്ടനും തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്ന്. അപ്പോൾ ഗോവിന്ദ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നയന മോൾക്ക് ഇതറിയോ? ഇല്ല, മോളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയണോ? തൽക്കാലം പറയണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ നീ നന്ദൂട്ടനെ തിരുത്താൻ നോക്ക്. അതും സ്നേഹത്തോടെ ശാന്തതയോടെ മതി. മനസ്സിന് നല്ല കട്ടിയുള്ള കൂട്ടത്തിലാണ് നമ്മുടെ മോള്. എങ്കിലും ഒരു പുരുഷൻ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ഏത് കട്ടിയുള്ള മനസ്സും ഒന്ന് ആടിയുലയും, പ്രത്യേകിച്ച് ആ പയ്യൻ്റെ വിവാഹം നടക്കുന്ന സമയമാവുമ്പോൾ. അതേസമയം നവ്യയുടെ മുറിയിൽ ക്യാമറ വെച്ചിട്ട് അത് തൻ്റെ ഫോണിൽ നോക്കിയിരിക്കുകയാണ് അഭി. ഇതുപോലെ ആ മുറിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മൊബൈലിൽ തെളിയും. അവൾ കാമുകനുമായിട്ട് സംസാരിക്കുന്നത് മുഴുവൻ ഈ മൊബൈലിൽ സേവ് ആവും.
അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അബിയുടെ ആ ഒരു കള്ളലക്ഷണം കാണുമ്പോൾ തന്നെ ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കൊരു കള്ളലക്ഷണം? വലിയ സന്തോഷത്തിലും ആണല്ലോ. പക്ഷെ അബി പറയുന്നുണ്ട്, അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. നിന്റെ ഭാര്യ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ നിനക്കിനി സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഇനി അവളെ ഓടിക്കാൻ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ? അപ്പം അബി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മണ്ടനാണെന്നേ അമ്മ പറയൂ. അത് വെറും പറച്ചിലല്ല, അത് തന്നെയാ സത്യം. ജലജ പറയുന്നുണ്ട്, നിന്നെപ്പോലൊരു മരമണ്ടനെ മകനായി കിട്ടിയതാണ് എൻ്റെ സകല പരാജയത്തിനും കാരണം. അപ്പം അബി പറയുന്നുണ്ട്, അമ്മ ഏട്ടന് വേണ്ടി ആലോചിച്ച പെണ്ണാണ് നവ്യ. ആ സമയത്ത് അവൾ കോടീശ്വരിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഏട്ടനെ കളഞ്ഞിട്ട് അവൾ എന്നെ സ്നേഹിച്ചെങ്കിൽ അത് എൻ്റെ മിടുക്കാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യടാ, അതുകൊണ്ട് നിനക്കൊരു ചുമട് ടെൻഷനല്ലാതെ വേറെന്താടാ കിട്ടിയത്? അതൊക്കെ പിന്നീടുണ്ടായ കാര്യങ്ങൾ. അവിടെ നവ്യ എന്നെ സ്നേഹിച്ചെങ്കിൽ അതിൽ നിന്ന് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ആദർശേട്ടനേക്കാൾ സ്മാർട്ടാണ് ഞാനെന്ന കാര്യം എൻ്റെ സംസാരത്തിൽ പലരും വീഴാറുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. അപ്പോൾ അബി ഭയങ്കര അഭിമാനത്തോടെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, എല്ലാവരെയും വീഴ്ത്തി നീ ഒരു പടുകുഴിയിൽ വീണല്ലോ. അപ്പോൾ അബി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മ എൻ്റെ ആത്മവിശ്വാസം വെറുതെ കളയാതെ. എടാ, നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ഇവിടേക്ക് കയറി വന്ന മരുമക്കളെ പുറത്താക്കാനുള്ള എല്ലാ കാരണങ്ങളും ഒത്തുവന്നതാ. എന്നിട്ടും ഇവിടെയുള്ള ചിലർ അവളുമാരെ തലയിലെടുത്തു വെച്ചുകൊണ്ട് നടക്കുക. പ്രത്യേകിച്ചും ആ നയന എന്ന് പറയുന്നവളെ. ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും അവൾ ജീവനാ. ഈ വീട്ടിൽ നിന്ന് ആരെ പുറത്താക്കിയാലും അവളെ പുറത്താക്കില്ല. അപ്പോൾ അബി പറയുന്നുണ്ട്, ആദ്യം നവ്യ, അത് കഴിഞ്ഞ് നയന. അതാണല്ലോ നമ്മുടെ തീരുമാനം. അപ്പോൾ ജലജ പരിഹാസത്തോടെ പറയാണ്, തീരുമാനം മനസ്സിലിട്ടുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ആഗ്രഹിക്കുന്നതൊന്നും ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോവാണ്. പക്ഷെ അബിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ ക്യാമറ വഴി നവ്യയെ പുറത്താക്കാൻ പറ്റുന്നുള്ളേ. അതേസമയം മുറിയിലിരുന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട്, ഒരു ചൂട് കോഫി കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ. നയനയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവളോട് പറയണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കയ്യിൽ കോഫിയായിട്ട് നയന മുറിയിലേക്ക് വരുന്നത്. അപ്പോൾ ആദർശ് നേരെ നീട്ടുകയാണ് കോഫി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവിടെ വെച്ചേക്കുന്ന്, ഞാൻ ഉണ്ടാക്കിയ കോഫിയാ എന്ന് വെച്ച് ഞാനിപ്പോൾ തലയിലെടുത്ത് ഒഴിക്കണോ? അപ്പം നയന പറയുന്നുണ്ട്, നല്ല ചൂടുള്ള കോഫിയാണ് എന്ന് വെച്ച് എൻ്റെ മനസ്സിന് അതിനേക്കാളിലേറെ ചൂടുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആദർശ് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ്റെ കാലിൻ്റെ വിരൽ മടങ്ങി പോവാണ്. എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൻ അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും ഞാൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, വിരൽ ചെറുതായിട്ടൊന്ന് മടങ്ങിയതാ, ഞാൻ ബാം എടുത്ത് തരാം പുരട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു കൊടുത്തിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്കിത് പുരട്ടാനുള്ള അവകാശമുണ്ടോ? എനിക്ക് 2 കൈയുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഒരാൾ അതിനുവേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അത് ആ ഓയിൽമെൻറ്റ് വാങ്ങിക്കുകയാണ്. അപ്പോഴേക്കും ആദർശിൻ്റെ ഫോൺ ബെല്ലടിയാണ്. നയന എടുത്തു കൊടുത്ത സമയത്ത് ഡോക്ടറാണ് വിളിക്കുന്നത്. ആദർശ് ഇപ്പം തന്നെ പോകുന്നോളൂ, എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നയന അത് കേട്ട് അവിടെ നിൽക്കുകയാണ്. കോള് കട്ടായതിനു ശേഷം ആദർശ് നയനയോട് പറയുന്നുണ്ട്, മുത്തശ്ശനെ നോക്കുന്ന ഡോക്ടർ വരുന്നുണ്ട്, മുത്തശ്ശനോട് ഈ വിവരം ഒന്ന് പറഞ്ഞേക്ക്. നയന പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. അപ്പോൾ ആദർശ് സ്വയം പറയുന്നുണ്ട്, അന്ന് മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കൊണ്ടുപോയിരുന്നു, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരുന്നത്, ഇനിയിപ്പോൾ എന്താണാവോ പറയാൻ പോകുന്നത്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, വേദന ശരിക്കും ഉണ്ടോ? ഈ വേദന ബാം തടവി ശരിയാക്കാം, പക്ഷേ മനസ്സിനേറ്റ വേദനയാണ് ഒരു ബാം കൊണ്ട് ശരിയാവാത്തത്. ഒന്നും പറയാതെ നയന മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അതേസമയം ഹാളിൽ എല്ലാവരും വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശിയോടായിട്ടും എല്ലാവരോടും കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ അയാളുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ച നേരും. എനിക്ക് 75 ആയുസ്സെങ്കിൽ ആ 75 വയസ്സിൽ എന്നേക്കാൾ കൂടുതൽ ശ്വാസം മുട്ടുന്നത് ദൈവങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഇവിടെ ശരിക്കും പ്രതിരോധത്തിലാകുന്നത് ദൈവങ്ങളും അതുപോലെ ശ്വാസം മുട്ടി നിൽക്കുന്ന മനുഷ്യന്മാരുമാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നേ? അല്ല, വയസ്സായവർക്ക് വേണ്ടി അമിതമായി ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണ്ടെന്ന് പറയായിരുന്നു. അവർ പ്രസാദിക്കുമ്പോൾ കൂടുതൽ വിഷമിക്കുന്നത് ആയുസറ്റ മനുഷ്യർ തന്നെയാണ്. അപ്പം ജയനും പറയുന്നുണ്ട്, മരുന്നിൻ്റെയും മനുഷ്യൻ്റെയും സഹായത്താൽ അച്ഛന് ആയുസ്സിൻ്റെ നീളം കൂടണം. അപ്പം അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അവിടെയാണ് ഈ കുടുംബത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയ നിൻ്റെയും നിൻ്റെ മോൻ്റെയും പരാജയം. ഞാനുണ്ടെങ്കിലേ, എൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്, അത് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവുമാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, പൂജാമുറിയിൽ കയറുമ്പോഴും അമ്പലങ്ങളിൽ പോകുമ്പോഴും ദൈവങ്ങളെ കാണുന്നത് ഒരു ആത്മവിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് ഈ വീട്ടിനുള്ളിൽ അച്ഛനെ കാണുമ്പോഴുള്ള ഞങ്ങളുടെ അനുഭവം. അപ്പോൾ ജലജയം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് ശരിയാ, ചില നേരത്ത് ദൈവങ്ങളെ കാണുന്നതിനേക്കാൾ മനസ്സിന് സുഖമാണ് അച്ഛനെ കാണുമ്പോൾ. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം ഡോക്ടർ എല്ലാവരും സ്വീകരിച്ചിരുത്തിയതിന് ശേഷം മൂർത്തി ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ചു കാലം കൂടി ജീവിക്കുമെന്ന് പറയാൻ വേണ്ടി വന്നതാണോ ഡോക്ടർ? അത് വെറും പറച്ചിലല്ല, ഡോക്ടർ പറയുന്നുണ്ട്. സാറിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ നന്നായി പരിശോധിച്ചു. ഇനി ഞാൻ നിർദ്ദേശിക്കുന്ന ചില മരുന്നുകളും ചില വ്യായാമങ്ങളും കണ്ടിന്യൂ ചെയ്താൽ മതി, പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പം നയനയടക്കം എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിരിയാണ്. ഇനി കുറച്ചു നാൾ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരൂ, ഡോക്ടർ പറയുന്നുണ്ട്. അന്ന് സാറിൻ്റെ ഹെൽത്ത് 100% ഓക്കെ ആയിരിക്കും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കേട്ടല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഇനി വേണ്ടാത്ത സംസാരങ്ങളൊന്നും വേണ്ട.
ഏതു നേരവും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയൂ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെറുപ്പം മുതലേ യോഗ ചെയ്യുന്ന ആളാ സാറ്. അതുകൊണ്ട് തന്നെ ചില നിമിത്തങ്ങളും ലക്ഷണങ്ങളും വെച്ച് സാറിന് പലതും മുൻകൂട്ടി കാണാൻ പറ്റിയേക്കും. സാർ എന്തെങ്കിലും ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ടെന്ന് വേണം എല്ലാവരും കരുതാൻ. യോഗയിലും ധ്യാനത്തിലും മുഴുകിക്കഴിയുന്ന ഒരാളുടെ ഓറ വളരെ ആഴത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ സാറിൻ്റെ അരികത്തേക്ക് വരുമ്പോൾ അയാൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് സാറിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സാറ് സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കും, അല്ലാത്തവരെ പുറന്തള്ളുകയും ചെയ്യും, അല്ലേ സാർ? അപ്പം മൂർത്തി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ബിസിനസ്സിൽ പോലും ഞാൻ ഒരു പരിധിവരെ വിജയിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ബിസിനസ്സിലും സൗഹൃദത്തിലുമൊക്കെ നമുക്ക് പുറന്തള്ളേണ്ടവരെ പുറന്തള്ളാം. എന്നാൽ കുടുംബത്തിനകത്ത് അങ്ങനെയല്ല. ചിലരെത്ര നെഗറ്റീവായാലും അവരെ നമ്മൾക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇഴപിരിയാത്ത ബന്ധമാണ് കുടുംബത്തിലുള്ളവർ തമ്മിൽ. എന്തായാലും ഇന്നത്തെ കാലത്ത് എത്ര വലിയ ക്യാൻസറും മാറ്റാൻ പറ്റും, അല്ലേ? തീർച്ചയായും സാർ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ സാറ് നോർമലാവും. അപ്പോൾ ഇങ്ങനെ ഒരു രോഗം വന്നതായിട്ട് പോലും സാറിന് ഓർമ്മയുണ്ടാവില്ല. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയാണ്. മാത്രമല്ല ജലജ പറയുകയും ചെയ്യുന്നുണ്ട്, ഭാഗ്യം ഇന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചപ്പോഴും ഡോക്ടറുടെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഏതായാലും അത് തന്നെ കേട്ടല്ലോ. അപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് മൂർത്തി പറയുന്നുണ്ട്, നയനമോളെ ഡോക്ടർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കൂ. കഴിഞ്ഞ തവണ വന്നപ്പോഴും എല്ലാവരെയും പരിചയപ്പെട്ടില്ലല്ലോ. ഇതെൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ ഭാര്യ. ഇപ്പോൾ പറഞ്ഞില്ലേ ഓറയുടെ ഗുണത്തെപ്പറ്റി, ആ ഗണത്തിൽപ്പെടും ഈ മോള്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ദൈവം മോളുടെ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നേനയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജയൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ട് മുത്തശ്ശിക്കും. പക്ഷേ ദേവയാനിക്കും ജലജക്കൊന്നും വലിയ താല്പര്യമില്ല. നേന അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നേനയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഈ ഐശ്വര്യത്തിൻ്റെയും ഈ വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെയും എൻ്റെ ധൈര്യവും ഒക്കെ ഈ മോളാ. അസ്വസ്ഥതയോടു കൂടിയാണ് ജലജ അബിയോട് പറയുന്നത്, എടാ അങ്ങേർക്ക് ഇനി ഒരുപാട് നാളത്തെ ആയുസ്സുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അബിയും പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ക്യാൻസറൊന്നും അത്ര വലിയ രോഗമല്ല അമ്മേ. വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ രോഗം മാറിയേക്കാം. അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയാണ്, എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് കാലം ഈ കൂട്ടുകുടുംബത്തിൽ കിടന്ന് നമ്മൾ ശ്വാസം മുട്ടേണ്ടി വരുമെന്നർത്ഥം. ഈ ടെൻഷനൊക്കെ താങ്ങാൻ പറ്റാതെ ഞാൻ ചത്തുപോയാലും അങ്ങേര് ജീവിച്ചിരിക്കും. നിനക്കൊന്നും അറിയത്തില്ല എൻ്റെ കഥകളൊക്കെ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നും നിനക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അഭി സംശയത്തോട് ചോദിക്കുന്നുണ്ട്, അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ അമ്മേ സംഭവിച്ചത്? അതേപ്പറ്റിയൊന്നും ഈ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ തന്നെ മണ്ണടിഞ്ഞു പോട്ടെ. അതിനി കുത്തിപ്പൊക്കി വഷളാക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അഭി സംശയത്തോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജലജ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയും, അതിനേക്കാളും ദേഷ്യമാണ് എനിക്ക് അവളോട്, ഈ വീട്ടിലെ മൂത്ത മരുമകളായ ദേവയാനിയോട്. അവൾ വന്നപ്പോൾ പലപ്പോഴും എന്നെ ഇടിച്ചു താഴ്ത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവൾക്കിപ്പോൾ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയ ശേഷം മാത്രമാണ് അതിന് ഇത്തിരി ഒരു കുറവ് വന്നത്. അതുകൊണ്ട് തന്നെ അവളും അവളുടെ മരുമകളും തമ്മിൽ എന്നും തല്ലുണ്ടാവണമെന്ന് ഞാൻ മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും എന്നെ തകർത്ത് കളഞ്ഞത് നീയാണ്. നവ്യ നീ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നയനയെയും ദേവയാനെയും വേർപിരിക്കാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തേനെ. അഭി കുറ്റബോധത്തോടെ കേട്ടു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നിന്റെ ഭാര്യ എന്ന എടുത്താ പൊങ്ങാത്ത ഭാരം അതിനേക്കാളും വലിയ തലവേദനയായിരിക്കുക. അതുകൊണ്ട് തന്നെ അവളെയും കളയണം, നയനയെയും കളയണം, ഒപ്പം ദേവയാനിയെ ഒതുക്കുകയും വേണം. എല്ലാം കൂടി നടക്കുന്നൊരു ലക്ഷണവും ഇല്ല. അതുകൊണ്ടാണ് ഈ വീട് വിട്ടു പോകാൻ ഒരവസരം ഉണ്ടാക്കാൻ ഞാൻ കൊതിക്കുന്നത്. ഇപ്പം ദേ അങ്ങേർക്ക് ആയുസ് നീട്ടിക്കിട്ടി. ഇനിയിപ്പോൾ തറവാട് ഭാഗം വെക്കുന്നതിനെക്കുറിച്ചൊന്നും ആലോചിക്കുകയേ വേണ്ട. പിന്നെ ഞാൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇടയ്ക്ക് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങേരുടെ മനസ്സിൽ കയറിയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താലായി. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അതിനിടെ നവ്യ ഇവിടുന്ന് തുരത്താൻ ഞാനൊരു കാരണം കണ്ടുപിടിക്കും അമ്മേ. കണ്ടുപിടിക്കും. അത് അവസാനേ നിന്നെ ഈ തറവാട്ടിൽ നിന്ന് തുരത്താനുള്ള കാരണമാവാതിരുന്നാൽ കൊള്ളാം. വീണ്ടും ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എടാ ബുദ്ധിയില്ലേ നിനക്ക്? ചിന്തിച്ച് ഓരോന്ന് ചെയ്യാനുള്ള പ്രാപ്തി നിനക്കില്ല. പിന്നെ സ്വയം ശപിച്ചങ്ങ് കഴിയാം ഇനിയുള്ള കാലം എന്നും പറഞ്ഞ് ജലജ അബിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അബിയാണെങ്കിലൊക്കെ കേട്ടിട്ട് അനങ്ങാണ്ട് നിൽക്കുകയാണ്, വേറെ ഗത്യന്തരമില്ലാത്ത രീതിയിൽ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.